മുടക്ക രണ്ടാം ദിവസം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ BMS ഇതര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത് 48 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്ക് തുടരുകയാണ്. ഡൽഹി അടക്കം വലിയ നഗരങ്ങളിലെ വ്യാവസായിക മേഖലകളിൽ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുത്തു. മിക്ക സംസ്ഥാനങ്ങളിലും തീവണ്ടി റോഡ് ഗതാഗതത്തെ പണിമുടക്ക് ബാധിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികൾ ഇന്നും ട്രെയിൻ തടയുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കണ്ണൂരും ട്രെയിൻ തടഞ്ഞ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജീവനക്കാർ പണിമുടക്കിലായതിനാൽ KSRTC ഇന്നും സർവീസ് നടത്തുന്നില്ല. തിരുവനന്തപുരത്ത് SBI ശാഖ പണിമുടക്കാനുകൂലികൾ അടിച്ചു തകർത്തു. പണിമുടക്ക് ശബരിമലയിലെ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായി. വിശദാംശങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? SBI ബാങ്കിന് നേരെ അക്രമം ഉണ്ടായി എന്നറിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ. തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് സമീപത്തുള്ള ട്രഷറി ബ്രാഞ്ചിന് നേരെയാണ് അക്രമം ഉണ്ടായത്. ഏകദേശം 10:15 സമരാനുകൂലികളായ ഒരു 10ഓളം ആളുകൾ ബാങ്കിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. കയറിയ ശേഷം ബാങ്ക് മാനേജറെ ശകാരിക്കുകയും ഉടൻ തന്നെ ബ്രാഞ്ച് അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അത് കൂട്ടാക്കാതെ നിന്ന സാഹചര്യത്തിൽ ബാങ്ക് മാനേജർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയും ബാങ്ക് മാനേജറുടെ മുന്നിലുണ്ടായിരുന്ന ഓഫീസിന്റെ കമ്പ്യൂട്ടറുകൾ തകർക്കുകയും ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന ടേബിൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ അടിച്ചു തകർത്ത ശേഷം ഒരു 5 മിനിറ്റിനകം തന്നെ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇവർ ഈ വന്നു കയറിയ പണിമുടക്ക് അനുകൂലികളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇപ്പോൾ തന്നെ ബാങ്ക് അടയ്ക്കുമെന്ന്. പക്ഷെ അത് കേൾക്കാൻ കൂട്ടാക്കാതെയായിരുന്നു അക്രമമെന്നും ഇപ്പോൾ ബാങ്ക് മാനേജർ പ്രതികരിച്ചു. ബാങ്കിന്റെ മാനേജർ ഇരിക്കുന്ന ടേബിളിന് മുകളിലിട്ടിരുന്ന ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർത്തു. കൂടാതെ ഒരു കമ്പ്യൂട്ടറിന്റെ മോണിറ്ററും ഇവർ അടിച്ചു തകർത്തു. ഇത്തരത്തിൽ തള്ളി തുറന്ന് അതിക്രമിച്ച് അകത്ത് കയറുകയായിരുന്നു എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരും പറയുന്നത്. സെക്യൂരിറ്റി ജീവനക്കാർ പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യം അംഗീകരിക്കാതെ തള്ളി തുറന്ന് അകത്ത് കയറിയാണ് അക്രമം നടത്തിയതെന്നും ഇപ്പോൾ ബാങ്ക് ജീവനക്കാർ വ്യക്തമാക്കുന്നു. തീർച്ചയായും ഉമേഷ്, പണിമുടക്കിന്റെ ഭാഗമായി അക്രമം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ബാങ്ക് തല്ലി തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഉറപ്പുകൾ ഉണ്ടായിരുന്നു. സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പുകൾ, ജനങ്ങളോട് നൽകിയ ഉറപ്പുകൾ, അതൊക്കെയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ വ്യാപാരികൾക്ക് നേരെയുണ്ട്. പക്ഷേ ഇതിലൊരു സംശയം, ഈ അക്രമികൾ അവരാരെ എന്നതിനെ കുറിച്ചുള്ള സൂചന അത് വല്ലതും ഉണ്ടോ? തീർച്ചയായും അതിന്റെ CCTV ദൃശ്യങ്ങൾ അല്പസമയത്തിന് ഞങ്ങൾക്ക് ലഭ്യമാകും. അത് ഈ സമരാനുകൂലികളായ ആളുകളെയാണ്. കൃത്യമായി ആളുകൾ ആരൊക്കെയാണ് എന്ന് ബാങ്ക് മാനേജറും അധികൃതരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ സമരാനുകൂലികളാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. സമരത്തിന്റെ ഭാഗമായി നിന്നവർ തന്നെയാണ്. അതിൽ ഏകദേശം 10ഓളം പേരുണ്ടായിരുന്നു. അതായത് ഇവര് വരുന്നു, ബാങ്ക് അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അടയ്ക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടും ആക്രമിക്കുന്നു, മാനേജറുടെ ക്യാബിൻ തല്ലിപ്പൊളിക്കുന്നു. തികഞ്ഞ ശുദ്ധ അക്രമമാണ്. അത് നടത്തിയവർ ആര് എന്നുള്ളതാണ് പ്രധാന ചോദ്യവും. അപ്പൊ മാനേജറുടെ മൊഴി അനുസരിച്ചും അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും അവർ ഈ അക്രമം നടത്തി എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും മാനേജർ അങ്ങനെയാണ് പറഞ്ഞത്. തങ്ങൾ ഇപ്പോൾ തന്നെ ബാങ്ക് അടയ്ക്കുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ അത് കൂട്ടാക്കാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ബാങ്കിനുള്ളിൽ കയറി അതിക്രമിച്ച് കയറി. ബാങ്കിന് മുന്നിൽ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് അകത്ത് കയറിയ ശേഷമായിരുന്നു ഈ അക്രമം നടത്തിയത്. ബാങ്ക് മാനേജർ അപ്പോൾ തന്നെ എണീറ്റ് പറഞ്ഞു തങ്ങൾ ഇപ്പോൾ അടയ്ക്കാൻ പോവുകയാണ്, പണിമുടക്കിനെതിരല്ല എന്ന് പറഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിൽ പറഞ്ഞിട്ടും ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ ഇവർ നിന്നില്ല. പകരം ബാങ്കിന്റെ മുന്നിലുള്ള, അതായത് മാനേജറിന് മുന്നിലുള്ള ടേബിളിന് മുകളിൽ ഇട്ടിരുന്ന ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർക്കുകയും അതിന് പുറത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ എടുത്ത് തറയിലിടുകയും ചെയ്തു. കൂടാതെ അസഭ്യം വിളിക്കുകയും ശകാരിക്കുകയും ബാങ്കിലെ മറ്റ് ജീവനക്കാരെയും ശകാരിക്കുകയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശേഷമാണ് ഏകദേശം 5 മിനിറ്റോളം അവർ ബാങ്കിനുള്ളിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഇറങ്ങിപ്പോയത്. അവരിപ്പോഴും ഇവിടെ ഈ പരിസരത്ത് തന്നെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാകണം. പക്ഷേ മറ്റ് നടപടികളൊന്നും പോലീസ് എടുക്കാൻ തയ്യാറായില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു അക്രമം നടന്നിരിക്കുന്നു. അതും ഈ സമരപന്തൽ എന്ന് പറയുന്നത്, കൃത്യമായി സമരപന്തൽ എന്ന് പറയുന്നത് ഇതിന് നേരെ മുൻഭാഗത്താണ്. ഈ സംയുക്ത സമരസമിതിയുടെ സമരപന്തൽ ഇവിടെയാണ് അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കാൻ പോകുന്നതും. അതായത് SBI ബാങ്കിന്റെ നേരെ മുന്നിലാണ് സമരപന്തൽ. അവിടെ നിന്നാണ് ആളുകൾ അകത്ത് കയറി ഈ അതിക്രമം കാട്ടിയതും. ഇത് തടയാൻ തങ്ങൾ സമരത്തിനെതിരല്ല, ഇപ്പോൾ തന്നെ ബാങ്ക് അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് പോലും അത് കൂട്ടാക്കാനോ അത് ഉൾക്കൊള്ളാനോ തയ്യാറാതെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ
അടിച്ചുപൊട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇതുവരെ ലഭിച്ചില്ല. എങ്കിൽ പോലും കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അത് നൽകാൻ കഴിയും. ഇത്തരത്തിൽ ശുദ്ധമായി പറഞ്ഞാൽ കൃത്യമായ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ടായിരുന്നു അകത്തേക്ക് അതിക്രമിച്ച് കയറിയതും. ഈ ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായതും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് ഔദ്യോഗികമായി സമരസമിതിയിലെ ആളുകളോ ആരും ഔദ്യോഗികമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല. കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോൾ ഉമേഷ്, ഈ സമയത്ത് ബാങ്ക് മാനേജർ പറയുന്ന അനുസരിച്ചാണ് ഈ സമയത്ത് മാനേജറെ കൂടാതെ ബാക്കി ജോലിക്കാരും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും ഇതിനൊരു കൃത്യമായി പറയേണ്ട ഒരു കാര്യം, ഇതിൽ ആദ്യമേ അകത്ത് കയറുമ്പോൾ തന്നെ ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അകത്ത് കയറിയത് എന്ന് വേണം കരുതാൻ. കാരണം മുന്നിൽ നിൽക്കാൻ സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞു. പക്ഷെ അത് കേട്ടില്ല. കേൾക്കാതെയാണ് ഏകദേശം 10ഓളം വരുന്ന ആളുകൾ അകത്ത് കയറി വന്നത്. അകത്ത് കയറി വന്ന ശേഷം ഈ സെക്യൂരിറ്റിയെ മറികടന്ന് നേരെ ബ്രാഞ്ച് മാനേജറുടെ റൂമിലേക്ക് കയറിപ്പോയി. ബ്രാഞ്ച് മാനേജറുടെ റൂമിലേക്ക് കയറിപ്പോയ സമയത്ത് തന്നെ ബാങ്ക് മാനേജറുടെ റൂമിലേക്ക് കയറിപ്പോയ സമയത്ത് തന്നെ തങ്ങൾ ഈ സമരത്തിന് എതിരല്ല, സമരത്തിന് അനുകൂലികളാണ്, സമരത്തെ എതിർക്കുന്നില്ല, അല്പസമയത്തിനകം തന്നെ ബ്രാഞ്ച് അടയ്ക്കുമെന്ന് പറയുകയും ചെയ്തത്. എന്നാൽ അത് കേൾക്കാതെയാണ് ഈ അതിക്രമം നടത്തുകയും ഏകദേശം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് മാനേജറുടെ റൂം എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു പക്ഷേ എത്രത്തോളമാണ് ഈ ഒരു അതിക്രമം നടത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടു തുടങ്ങുമെന്ന് കരുതുന്നു. ഈ ദൃശ്യങ്ങൾ, അതായത് ബ്രാഞ്ച് മാനേജറുടെ റൂമിനകത്ത് കയറി ആ ടേബിൾ പൂർണ്ണമായി അടിച്ചു തകർക്കുകയും അതിന് മുകളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഉമേഷ് പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. എത്രമാത്രം അക്രമമാണ് അവിടെ നടത്തിയത് എന്നുള്ളത് വ്യക്തവുമാണ്. ബാങ്ക് മാനേജറുടെ വാക്കനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ പണിമുടക്കുന്നവർ സഹകരിക്കുന്നു, ഞങ്ങൾ പൂട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും ഈ അക്രമം നടത്തിയവർ അക്രമികൾ എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. പണിമുടക്ക് അനുകൂലികൾ എന്ന് തന്നെ വിളിക്കണമെന്നുള്ള രണ്ടാമത്തെ ചോദ്യം. അക്രമികളായിരുന്നു ഈ നടത്തിയത് എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓഫീസ് അടിച്ചു പൊളിച്ചിരിക്കുന്നു. ഓഫീസിൽ ജോലി ചെയ്യേണ്ട ഉപകരണങ്ങൾ, പണി ചെയ്യേണ്ട ഉപകരണങ്ങൾ കൂടിയാണ് അവർ അടിച്ച് തകർത്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് SBI ട്രഷറി ബ്രാഞ്ചാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. പണിമുടക്കിന്റെ ഭാഗമായി ഈ സ്ഥാപനം അടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നവരാണ് ഈ അതിക്രമം കാണിച്ചിട്ടുള്ളത്. അവരാരൊക്കെയാണ്, ഏത് സംഘടനയാണ്, പണിമുടക്ക് അനുകൂലികളാണോ തുടങ്ങിയതൊക്കെ ഇനി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും പണിമുടക്കിന്റെ അനുകൂലികൾ എന്ന് പറഞ്ഞ് വന്നവർ നടത്തിയ തികഞ്ഞ ശുദ്ധമായ അക്രമം, തികഞ്ഞ അതിക്രമം, അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കും, എല്ലാവിധ സന്നാഹങ്ങളും എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഒരു സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ഉറപ്പ് നൽകിയതിനു ശേഷമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്ത്, അധികാര സ്ഥിരാകേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ഈ ട്രഷറി ബ്രാഞ്ചിൽ ശുദ്ധ തോന്നിവാസം എന്ന് പറയാവുന്ന ഈ അക്രമം നടന്നിട്ടുള്ളത്. ഉമേഷ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, അടിച്ചു പൊളിച്ചിരിക്കുന്നു എല്ലാം. അതിനുശേഷം ബാങ്ക് മാനേജർ പോലീസിൽ പരാതി നൽകിയോ? എന്താണ് പോലീസിന്റെ റിയാക്ഷൻ? ബ്രാഞ്ച് മാനേജർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അതിനു മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ബ്രാഞ്ച് മാനേജറോട് ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? ഉദ്ദേശം 10:15 ഒരു 10-15 പേരടങ്ങുന്ന സംഘം ബ്രാഞ്ചിലേക്ക് തള്ളിക്കയറി ഇന്ന് പണിമുടക്കാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും തെറി പറയുകയും നമ്മുടെ ജീവനക്കാരെ എല്ലാവരെയും അടക്കം തെറി പറയുകയും ചെയ്തുകൊണ്ട് എന്റെ മുറിയിലേക്ക് തള്ളിക്കയറുകയും എന്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാം, എന്റെ സിസ്റ്റം, ഫോണ്, കമ്പ്യൂട്ടർ, ഇത് മേശപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ചില്ല് ഇതെല്ലാം തല്ലി പൊട്ടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ വരെ തല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് എത്തി. നിങ്ങൾ പറഞ്ഞിരുന്നില്ല, നിങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത്? ഉടൻ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഉടൻ അടയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ എന്താണ്, നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഉടനെ തന്നെ ഇത് അടയ്ക്കാമെന്നും പറഞ്ഞു എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഇത് ബാക്കി അത്രയും ഈ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള തുടക്കമായത്. ആൾക്കാരെങ്കിലും തിരിച്ചറിയാമോ ആരൊക്കെയാണ്? ആൾക്കാരെല്ലാം CCTVയിൽ ആളുകളുടെ ഇത് പതിഞ്ഞിട്ടുണ്ട്. അത് പോലീസ്
നമ്മുടെ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട നടപടികൾ അത് എടുത്തോളും. തീർച്ചയായും ഗോപി, ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. നമുക്കിനി കൂടുതൽ CCTV ദൃശ്യങ്ങളിലേക്ക് പോകാനാകും. CCTV ദൃശ്യങ്ങളിൽ കൂടുതൽ ഈ വരുന്ന ആളുകൾ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ ബാങ്കിലേക്ക് കയറി വരുന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ നേരെ കയറി വരുന്നത് നേരെ ബ്രാഞ്ച് മാനേജറുടെ റൂമിനുള്ളിലേക്കാണ്. റൂമിനുള്ളിലേക്ക് ഇവർ കയറി വന്ന ശേഷം നേരത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞതുപോലെ ബ്രാഞ്ച് ഉടൻ പൂട്ടണമെന്നും പണിമുടക്കാണ് എന്നുള്ള കാര്യം അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശകാരിക്കുകയും കൂടാതെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു എന്നാണ് ബ്രാഞ്ച് മാനേജർ പറഞ്ഞത്. ഇവർ കയറി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കയറി വന്ന ശേഷമാണ് ഈ അതിക്രമ സംഭവങ്ങൾ നടത്തിയത്. ഇവിടെ നിന്ന് നേരെ വന്ന് കയറിയ ശേഷം ഇതിനു മുന്നിൽ, അതായത് CCTV ക്യാമറകൾ ഇരിക്കുന്നതിന് തൊട്ട് സമീപത്ത് തന്നെ മറ്റൊരു ടേബിളുണ്ട്. ആ ടേബിളിന് മുകളിലായി ഇട്ടിരുന്ന ഗ്ലാസ് അത് തകർക്കുകയും അതിനു മുകളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ അടിച്ച് തകർക്കുകയും കൂടാതെ ഇവിടുത്തെ ജീവനക്കാരെ ശകാരിക്കുകയും ബ്രാഞ്ച് മാനേജറെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത്തരത്തിൽ, അതായത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അവർ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം വന്ന് കയറിയത് എന്ന് വേണം കരുതാൻ. ഈ ദൃശ്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് മാനേജറുടെ കസേരയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ടേബിളിന് മുകളിലിട്ടിരുന്ന ഗ്ലാസ് അത് അടിച്ച് തകർത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത്തരത്തിൽ അടിച്ച് തകർത്ത ശേഷം അതിന് മുകളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ താഴെയിടുകയും ബ്രാഞ്ച് മാനേജറെ അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയുമാണ് ചെയ്തത്. അദ്ദേഹം തന്നെ അതായത് കമ്പ്യൂട്ടറുകളും ഫോണും അടക്കം താഴെ തള്ളിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു അക്രമ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. അതാണ് വസ്തുത. കാരണം ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെയായിരുന്നു ഈ അതിക്രമം എന്ന് കരുതാം. കാരണം നമ്മൾ അല്പം CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവർ വന്ന് കയറി ഏകദേശം ഒരു 1-2 മിനിറ്റിനകം തന്നെ അവർ തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളും കാണാം. അതായത് ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു അതിക്രമം പൂർണ്ണമായി നടത്തി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തണം എന്നുള്ള പൂർണ്ണമായ ഉദ്ദേശത്തോടു കൂടി കയറി എന്ന് വേണം നമുക്ക് കരുതാനും. എന്തായാലും സമരാനുകൂലികളുടെ ഒരു വിഷയത്തിലെ ഒരു വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൂടി വരേണ്ടതുണ്ട്. കൂടാതെ ആരൊക്കെയാണ് വിഷയത്തിൽ ഈ ഒരു അക്രമം നടത്തിയത് എന്നുള്ള കാര്യവും വ്യക്തമാകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന് പരാതി നൽകാനാണ് ഇപ്പോൾ SBI ബ്രാഞ്ച് മാനേജറുടെ തീരുമാനം. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ബ്രാഞ്ചിന് പൂർണ്ണമായി സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഇവിടെ നടന്നത്. ഒരു പക്ഷേ സമര പന്തലിന്റെ നേരെ മുൻഭാഗത്തുള്ള നേരെ ചേർന്നിരിക്കുന്ന സമരപ്പന്തലിൽ നിന്ന് ഏകദേശം ഒരു 25 മീറ്റർ പോലും ദൂരമില്ല ഈ ഒരു SBI ബ്രാഞ്ചിന്. അത്തരത്തിൽ ഈ ഒരു 25 മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലമാണ് ഈ SBI ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾക്കടക്കം വേണമെങ്കിൽ ഇവർ കയറി വരുമ്പോൾ ഇടപെടാവുന്നതേ ഉള്ളൂ എന്നുള്ളതും ഒരു കാര്യമാണ്. ഇവർക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇടപെടാവുന്ന സാഹചര്യവുമുണ്ട്. അതായത് കൃത്യമായി നേതാക്കളുടെ എല്ലാം മുന്നിൽ വെച്ച് തന്നെയാണ് ഈ ഒരു സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. നേതാക്കളുടെ ഒരുപക്ഷെ അറിവ് എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. എങ്കിൽ പോലും നേതൃത്വത്തിന്റെ മുൻഭാഗത്ത് അവരുടെ സമീപത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു അതിക്രമം നടന്നിരിക്കുന്നത്. എന്തായാലും ഒരു കടകളോ ഒരു സ്ഥാപനങ്ങളോ നിർബന്ധിച്ച് അടപ്പിക്കില്ല എന്ന് സമരം തുടങ്ങുന്നതിന് മുമ്പ് സംയുക്ത സമരസമിതി നേതാക്കൾ ഒന്നിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ജോലിക്കെത്തുന്ന ഒരാളെയും തങ്ങൾ തടയില്ല, എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ള ഒരു വാഗ്ദാനം ആദ്യം നൽകിയിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് പാലിക്കപ്പെട്ടില്ല. പൂർണ്ണമായി ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് പല കടകളിലും. ഞാൻ ഇതിലെ സംശയങ്ങൾ, അതായത് ഇവർ കയറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം 10-15 പേരുണ്ട്. വരുമ്പോൾ ആ പോലീസുകാരൻ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരനായിരിക്കും, അദ്ദേഹം ഇവരുടെ കൂടെ വരുന്നു. അതിന് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സമയത്തിന് ശേഷം അവർ ക്ഷോഭിച്ച് തിരിച്ചു പോകുന്നുണ്ട്. ഇതല്ലാതെ ഈ മാനേജറുടെ റൂമിൽ CCTV ഉണ്ട്, അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കിട്ടുമോ?
റൂമിൽ ഇപ്പോൾ CCTV കണക്ഷൻ ഇല്ല, റൂമിനകത്ത് കണക്ഷൻ ഇല്ല എന്നാണ് ബ്രാഞ്ച് മാനേജർ തന്നെ പറഞ്ഞത്. പക്ഷേ തങ്ങൾക്കിത് ലഭിക്കും. അതായത് അകത്തേക്ക് ഒരു CCTV കണക്ഷൻ കൂടിയുണ്ട്, അത് ഹെഡ് ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. കാരണം അതിന്റെ CCTVയുടെ ഔട്ട് അത് ഇവിടെ ലഭിക്കില്ല. അത് അല്പസമയത്തിന് തന്നെ അവർക്ക് ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹെഡ് ഓഫീസിലാണ് അതിന്റെ സർവർ വരുന്നത്. അവിടെ നിന്ന് ഈ അകത്തുള്ള ബ്രാഞ്ച് മാനേജറുടെ ഓഫീസിന്റെ മുറിക്കകത്തില്ലെങ്കിൽ പോലും ഓഫീസിനകത്തുള്ള ഒരു CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് ഹെഡ് ഓഫീസിൽ നിന്ന് ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും ആ ദൃശ്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ചേർത്തായിരിക്കും തങ്ങൾ പോലീസിൽ പരാതി നൽകുക. ആ ദൃശ്യങ്ങളുണ്ട്. കൂടാതെ അക്രമം നടത്തിയവരെല്ലാം കണ്ടാൽ തിരിച്ചറിയാവുന്നവരാണ് എല്ലാവരും എന്നും ഇവർ പറയുന്നു. ഈ ഏകദേശം വലിയ ബ്രാഞ്ചാണ്, പക്ഷേ വിരലെണ്ണാവുന്ന ജീവനക്കാർ മാത്രമേ ബ്രാഞ്ചിലുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 10-ൽ താഴെ ആളുകൾ മാത്രമേ. വളരെ പ്രാധാന്യത്തോടുള്ളത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഞ്ചാണ്, പ്രധാന സമരവേദിയുടെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിൽ കയറി ഇത്തരത്തിലൊരു അക്രമം കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് എല്ലാ സൌകര്യങ്ങളും ഉറപ്പുകളും നൽകുമെന്ന് പറഞ്ഞ സർക്കാരിന്റെ ആസ്ഥാനം, മറുഭാഗത്ത് ഞങ്ങൾ ബോധപൂർവ്വം നിർബന്ധിച്ച് ആരെ ഉപദ്രവിക്കില്ല എന്ന് വാക്കുകൊടുത്ത നേതാക്കളുടെ സമരപന്തൽ, അതിന്റെ കൺമുന്നിൽ വെച്ചാണ് ഈ അക്രമം നടക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന നേതാക്കളും സർക്കാരും തന്നെ വാക്കിന് ഇത്രയേ വിലയുള്ളൂ എന്ന് നാട്ടുകാർ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത്. ഉമേഷ്, തീർച്ചയായും ഇത് പറയേണ്ടത് ഈ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം അല്പ സമയത്തിനകം ഇവിടെ ഈ പ്രധാന വേദിയിൽ പ്രസംഗിച്ചു തുടങ്ങും. ആ അദ്ദേഹവും പ്രധാന നേതാക്കളും അടക്കം എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. അതായത് ഇതിന് സമരപ്പന്തലിന് തൊട്ടടുത്തുള്ള സ്വാഗത കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു സംയുക്ത സമരസമിതിക്ക് വേണ്ടി എളമരം കരീം വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ നൽകിയ ഏറ്റവും പ്രധാന ഉറപ്പായിരുന്നു ആരെയും ജോലിക്കെത്തുന്ന ആരെയും തടയില്ല, എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയുള്ളൂ, ഒരാളെ നിർബന്ധിച്ച് തടയില്ല, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ജോലി ചെയ്യാൻ എത്തുന്നവരെ തടയില്ല എന്നുള്ള വാഗ്ദാനം പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്നു. ഇതൊരു ഹർത്താലായി മാറില്ല എന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിനോട് ചേർന്നിരിക്കുന്ന ബിൽഡിംഗ്, ആ ചേർന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരടക്കം ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തുന്ന ബാങ്ക്, ഈ ബാങ്കിലാണ് ഇത്തരമൊരു അക്രമം നടന്നിരിക്കുന്നത്. സമരപ്പന്തൽ നേരെ മുന്നിലിരിക്കുമ്പോൾ സമരസമിതിയിലെ മുതിർന്ന നേതാക്കൾ, സമരസമിതിയുമായി ബന്ധപ്പെട്ട് പോഷക സംഘടനകളുടെയും സമരസമിതിയിലെ മറ്റ് സംഘടനാ നേതാക്കളും എല്ലാവരും വേദിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വേദിയിൽ എത്തിയിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരമൊരു അക്രമം അവരുടെ കൺമുന്നിൽ നടന്നിരിക്കുന്നത്. അവരുടെ കൺമുന്നിൽ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. ഏകദേശം ഒരുപക്ഷെ സമരപ്പന്തലിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ ഒരു 25 മീറ്റർ താഴെ മാത്രമേ ഈ ബ്രാഞ്ച് മാനേജറുടെ റൂം വരുന്നുള്ളൂ. ഇതിന് ചേർന്നാണ് ഒരു മതിലാണ്. ഈ സമരപന്തലിനും സമരവേദിക്കും ഈ ബാങ്കിനും ഒരു മതിലാണുള്ളത്. ആ മതിൽ കടന്ന് ഇതിനകത്ത് ഒരു പക്ഷേ ഈ ബ്രാഞ്ച് മാനേജറുടെ അടുത്തെത്താൻ ഏറ്റവും കൂടുതൽ പോയാൽ ഒരു 25 മീറ്റർ ദൂരമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഈ സമര നേതാക്കളുടെ കൺമുന്നിലാണ് ഈ ഒരു അതിക്രമം നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സമര നേതാക്കളുടെയും സമര പന്തലിന്റെയും ഏറ്റവും മുന്നിൽ ഇത് ഈ അതിക്രമം നടത്തുമ്പോൾ നമുക്ക് ഗോപി പറഞ്ഞതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും, എത്രത്തോളം ഇവ പാലിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യവും സംശയിക്കേണ്ടി വരും. എന്തായാലും രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനം കൂടിയായ ബാങ്കിലേക്ക് ഒരു അതിക്രമം നടന്നിരിക്കുന്നു. ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർക്ക് നേരെ തന്നെ ആ അതിക്രമം നടത്തിയിരിക്കുന്നു. ബ്രാഞ്ചിലുണ്ടായിരുന്ന ബ്രാഞ്ച് മാനേജറെ കയ്യേറ്റം ചെയ്യുകയും ബ്രാഞ്ച് മാനേജറുടെ മുന്നിലുണ്ടായിരുന്ന ടേബിൾ അടിച്ചു തകർക്കുകയും അദ്ദേഹത്തിന്റെ മുന്നിലെ കമ്പ്യൂട്ടറും ഫോണുകളും അടിച്ചു തകർക്കുകയും ചെയ്ത സമരസമിതി പ്രവർത്തകർ തിരിച്ച് ഇറങ്ങിപ്പോകുന്നു. അവർ സുഖമായി അകത്ത് കയറി വരികയും ഒരു അധികാരഭാവത്തോടുകൂടി ഇതെല്ലാം ചെയ്ത് വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരിച്ചിറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അദ്ദേഹം ബ്രാഞ്ച് മാനേജർ നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ചതുപോലെ തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ പറഞ്ഞു മനസ്സിലാക്കാനോ പറയുന്നതോ കൃത്യമായി കേൾക്കാൻ പോലും നിൽക്കാതെ കൃത്യമായി ആക്രമണം നടത്തണമെന്നുള്ള മുൻധാരണയോടുകൂടി വന്നു എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ പറയുന്നത് പോലും കേൾക്കാതെ ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തുകയായിരുന്നു എന്നാണ് ബ്രാഞ്ച് മാനേജർ പറഞ്ഞത്. എന്തായാലും ഇതിനുള്ളിൽ മാനേജറോട് ഉമേഷ് സംസാരിച്ചു. ബാക്കിയുള്ളവരോടുകൂടി പ്രതികരണം ആരായമോ? ഗോപി, ചോദ്യം ആവർത്തിക്കാമോ? അതായത് മാനേജർ പറഞ്ഞത് നമ്മൾ കേട്ടു, മാനേജറോട് ഉമേഷ് സംസാരിച്ചു. ബാക്കി അവിടെ ഉണ്ട്, ആ സമയത്ത് ഉണ്ടാവുന്നവരുടെ കൂടി പ്രതികരണം ചോദിക്കാമോ?
തീർച്ചയായും അതിന് ശ്രമിക്കാം. എന്തായാലും ബ്രാഞ്ച് നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഏകദേശം 10-ൽ താഴെ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മുതിർന്ന ജീവനക്കാർ, അതായത് ബ്രാഞ്ചിലെ പ്രധാന ജീവനക്കാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ജീവനക്കാരുണ്ട്. നമുക്ക് അല്പസമയത്തിനകം തന്നെ ബ്രാഞ്ചിലെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. എന്തായാലും അദ്ദേഹം ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് മാനേജറുടെ നേർക്കാണ്, ഈ അതിക്രമം നടന്നിരിക്കുന്നത് ബ്രാഞ്ച് മാനേജറുടെ നേർക്കാണ്. ബ്രാഞ്ച് മാനേജറെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ബ്രാഞ്ച് മാനേജർക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതും. നൽകിക്കൊണ്ടിരിക്കുന്നത്